Traveling with friends isn't just about exploring new places. It's about creating moments that turn into stories we will laugh about for years. Discovering the beauty of the world together and realizing that the true magic of any journey lies in the company we keep along the way. ഇംഗ്ലീഷൊക്കെ നിർത്തി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് മെയിനായിട്ട് ഞങ്ങൾ പോകുന്ന സ്ഥലം ലേക്ക് ലൂയിസ് ആണ്. പിന്നെ ലേക്ക് മൊറൈൻ അതിന്റെ ഇടയ്ക്ക് കൂടെ പോകുന്നുണ്ട്. പക്ഷെ കൂടുതൽ ടൈം നമ്മൾ ഇന്ന് ലേക്ക് ലൂയിസിലാണ് സ്പെൻഡ് ചെയ്യണത്. ഇതാണ് ലേക്ക് ലൂയിസ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ലേക്ക് ലൂയിസിൽ നമുക്ക് കയാക്കിങ്ങും ചെയ്യാം. പക്ഷെ ഞങ്ങൾ അതിന് നിന്നില്ല. കാരണം ഇത്രയ്ക്ക് നല്ലൊരു വ്യൂ, ലേക്കും ആ മൗണ്ടനും കുറച്ചും കൂടെ മുകളിൽ നിന്ന് നോക്കി എങ്ങനെ ഇരിക്കുന്നു കാണാൻ വേണ്ടി ഹൈക്കിങ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനു മുന്നേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാണ്ട് ഇങ്ങനെ നമ്മൾ ഹൈക്കിങ്ങിന് പോകും. അപ്പൊ ഞങ്ങൾ നേരത്തെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങളുടെ ഹൈക്കിംഗ് ജേണിയോടെ തുടങ്ങുകയാണ്. കിലോമീറ്ററോളം ഹൈക്ക് ചെയ്ത് നമ്മളൊരു മലയുടെ മുകളിൽ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലേസ് കണ്ടു. ഭയങ്കര ക്യൂട്ട് പ്ലേസ് ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ സൂപ്പും ബ്രെഡൊക്കെ ഓർഡർ ചെയ്ത് നിങ്ങൾ കഴിക്കാണ്. ചേച്ചി കല്യാണം കാണാൻ വരെ. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് കുശലപ്പറച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മല കയറാൻ പോവാണ്. ഇനിയാണ് മക്കളെ ടാസ്ക്. ഇനി ഫുള്ള് കുറ്റനെയുള്ള മലക്കയറ്റായിരുന്നു. പോണ വഴിക്ക് ഉഗ്രം കഴിച്ചകള്. അങ്ങനെ 4 മണിക്കൂർ മല കയറിയതിന് ശേഷം ഞങ്ങൾ ലിറ്റിൽ ബിഹായു എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റിലെത്തി. അങ്ങനെ അവിടെ നിന്നുള്ള കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കാരണം ഈ കാഴ്ച അത്രയ്ക്കും മനോഹരമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ ട്രിപ്പ് വേറൊരു പ്രൊവിൻസിൽ നിന്നാണ് തുടങ്ങണേ, ബ്രിട്ടീഷ് കൊളംബിയ. അപ്പോൾ ബ്രിട്ടീഷ് കൊളംബിയയിൽ ഞങ്ങൾ US കാനഡ ബോർഡറൊക്കെ കണ്ട് ആ വഴി ഒരു നല്ലൊരു കടൽ കാണാൻ പോവാണ്. എങ്ങനെയുണ്ട് വിക്കി? നല്ല രസമില്ല കാണാൻ, നല്ല രസം. ഇങ്ങനെ എന്തിനാ പറയാ, കുറച്ചിടത്ത് വെള്ളം, പിന്നെ കുറച്ച് മണല്, വീണ്ടും കുറച്ച് വെള്ളം, പിന്നെ കുറച്ച് മണല്, അങ്ങനെയൊക്കെയാ. പക്ഷെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, വെള്ളം നടുക്കി.
ഓക്കെ ഓക്കെ. ആ ഇങ്ങനെ അറ്റത്ത് അങ്ങനെ നിൽക്കാൻ പറ്റും. അങ്ങനെ വൈറ്റ് റോക്ക് ബീച്ചും കണ്ട് സറിയിലത്തെ റെഡ്വുഡ് പാർക്കും കണ്ടതിന് ശേഷം ഞങ്ങളൊരു സൺസെറ്റ് കാണാൻ വേണ്ടി വാൻകൂവറിക്ക് വരാണ്. അപ്പോൾ ഞങ്ങൾ സൺസെറ്റ് കാണുന്നത് സൺസെറ്റ് ബീച്ചിൽ നിന്നാണ്. എന്താ കോമ്പിനേഷൻ അല്ലേ? ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റായിട്ട് ഇവിടെ കാണാൻ വന്നിരിക്കുന്നത് ലിൻ കാനിയോൺ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് വാൻകൂവറിൽ തന്നെയാണ്. ഒരു 4 ദിവസത്തെ അടിപൊളി ട്രിപ്പിന് ശേഷം നമ്മൾ നമ്മുടെ ഹാർഡസ്റ്റ് സാഡസ്റ്റ് പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗുഡ് ബൈസ്. നിതിൻ്റെ നോവാസ്കോഷ്യയ്ക്ക് തിരിച്ചു പോവാണ്. അതുമാതിരി തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒൻറ്റാരിയോയിലേക്ക് തിരിച്ചു പോവാൻ. ഒരുപാട് നല്ല ഓർമ്മകളായിട്ടാണ് ഞങ്ങൾ തൽക്കാലം ഇവിടെ പിരിയണം. അപ്പോൾ അൺടിൽ മൈ നെക്സ്റ്റ് ജേണി, ടാറ്റ, ബൈ ബൈ, സി യു ഗൈസ്.